ഹലോ വെൽക്കം ടു കുക്കിംഗ് ബേക്കിംഗ് ലാബ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ജാപ്പനീസ് സൂഫ്ലെ പാൻകേക്കാണ്. നല്ല പഞ്ഞ് പോലെ ഇരിക്കുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നമ്മുടെ ബട്ടർ പേപ്പർ ഉണ്ടല്ലോ, അത് ഇതേപോലെ ഇങ്ങനെ സ്ട്രിപ്സ് ആക്കിയിട്ട് നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. എല്ലാം ഒരേ നീളത്തിനാണ് കേട്ടോ മുറിച്ചെടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതേപോലെ വട്ടത്തിലൊന്ന് ആക്കിയിട്ട് ഒരു സെല്ലോ ടേപ്പ് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സൂഫ്ലെ പാൻ കേക്ക് നല്ല ഹൈറ്റിലായിരിക്കും വരിക. അപ്പോൾ അത് നമ്മൾ തിരിച്ചിടുമ്പോൾ, നമ്മുടെ തവയിൽ തിരിച്ചിടുമ്പോൾ പൊട്ടിപ്പോവാതിരിക്കാനായിട്ട് ഈ ഒരു സംഭവം നല്ലതാണ്. അതേമാതിരി കറക്റ്റ് ഇങ്ങനെ ഒരേപോലെ വട്ടത്തിൽ വരാനായിട്ടും ഈ ഒരു സംഭവം നല്ലതാണ്. അപ്പോൾ ഞാനത് ഒരു 6 എണ്ണം 7 എണ്ണം ഉണ്ടാക്കിയിട്ട് കേട്ടോ. ഇനി ഞാനിവിടെ 4 മുട്ടയുടെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഒരു മീഡിയം സൈസ് മുട്ടയായിരിക്കണം, വലുപ്പത്തിലുള്ള മുട്ടയായിരിക്കണം, തീരെ ചെറിയ മുട്ടയാവരുത് കേട്ടോ. ഒരു മീഡിയം വലുപ്പത്തിലുള്ള മുട്ട 4 എണ്ണം ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വെള്ള ഭാഗം അവിടെ മാറ്റി വയ്ക്കാം. എന്നിട്ട് മഞ്ഞയിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ പാല്, 1.5 ടീസ്പൂൺ വാനില എസൻസ്, നിങ്ങൾക്ക് ഏത് എസൻസ് വേണമെങ്കിലും ഒഴിക്കാം കേട്ടോ, നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചുള്ളത്. എന്നിട്ട് ഇതൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് കറക്റ്റ് 6 ടേബിൾ സ്പൂൺ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഇനിയും നല്ല നല്ല റെസിപ്പി ആയിട്ട് ഞാൻ വരും. അപ്പോൾ 6 ടേബിൾ സ്പൂൺ മൈദ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഞാനൊരു വിസ്ക് വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. വിസ്ക് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. വിസ്ക് ഇല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിക്കാം. കാരണം കട്ടയൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് നമുക്ക് നമ്മുടെ മൈദയും മുട്ടയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കിട്ടാനായിട്ട് വിസ്ക് ആയിരിക്കും നല്ലത് കേട്ടോ. എന്നിട്ട് ഒന്ന് ഒരു പിശിന്നിരിക്കുന്ന ആ ഒരു പരുവാണ് നമുക്ക് വേണ്ടിയിട്ടതോ. ഈ ഒരു പരുവുണ്ടല്ലോ, ഇങ്ങനെ ഈ ഒരു തിക്നെസ് ഉണ്ടാവും. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മൾക്ക് വേണ്ടത്. ലൂസാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് നമ്മുടെ ഈ ഒരു ബാറ്ററിന് ആവശ്യം. അപ്പോൾ നമ്മുടെ മുട്ടയുടെ മഞ്ഞ വെച്ചിട്ടുള്ള പരിപാടി തീർന്നു. ഇനി ഞാൻ മുട്ടയുടെ വെള്ള എടുക്കുകയാണ്. വെള്ള നല്ലോണം നമുക്ക് പതഞ്ഞ് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം എടുക്കുന്ന ആ ഒരു ബൗളിൻ്റെ അകത്ത് നനവ് തീരെ പാടില്ല, മോയ്സ്ചർ കണ്ടൻറ്റ് തീരെ പാടില്ല. അതേപോലെ എണ്ണമയം, അഴുക്ക്, അങ്ങനത്തെ സംഭവങ്ങളൊന്നും പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലതുപോലെ ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിൻ്റെ അകത്ത് ഒരു ടിഷ്യൂ പേപ്പറിലെങ്ങാനും കുറച്ച് വിനാഗിരി എടുത്ത് ഒന്ന് ആദ്യം തുടച്ച് കൊടുക്കുക. അപ്പോൾ വല്ല എണ്ണമയോ അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. എന്നിട്ട് മുട്ടയുടെ വെള്ളം അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഒരു 1/4 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 4 ടേബിൾ സ്പൂൺ പൊടിക്കാത്ത പഞ്ചസാരയാണ്, പൊടിച്ച പഞ്ചസാരയല്ല. ഒറ്റയടിക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കരുത്. ഇതേപോലെ കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് നമ്മുടെ ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. 4 ടേബിൾ സ്പൂണാണ് ഞാൻ ആകെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്, അതായത് 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര കേട്ടോ. അത് കുറേശ്ശെ ഇട്ട് നമ്മളിങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. കുറേശ്ശെ ഇട്ട് പതുക്കെ ബീറ്റ് ചെയ്തെടുക്കണം. കാരണം പൊടിക്കാത്ത പഞ്ചസാര ആയതുകൊണ്ട് നമ്മുടെ പഞ്ചസാര കംപ്ലീറ്റ് നമ്മുടെ മുട്ടയുടെ വെള്ളയ്ക്കകത്ത് അലിഞ്ഞ് കിട്ടണം. അപ്പോൾ ആ ഒരു ടൈം എടുക്കണം കേട്ടോ. ഏകദേശം ഒരു 10 മിനിറ്റ് ഒക്കെ എടുക്കും, 5 മിനിറ്റ് എന്തായാലും എടുക്കും. അപ്പോൾ അത് പതുക്കെ ഒരു ലോ ടു മീഡിയം സ്പീഡിൽ വേണം ഇടാനായിട്ട്. ഹൈ സ്പീഡിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുട്ടയുടെ വെള്ളം പതഞ്ഞ് കിട്ടും, പക്ഷേ പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് അലിഞ്ഞുണ്ടാവില്ല അതിൻ്റെ അത്. അതുപോലെ സ്റ്റിഫ് പീക്സ് ആവണ വരെ പഞ്ചസാര ഇട്ടിട്ട് നമ്മുടെ ബ്ലെൻഡർ വെച്ചിട്ട് ബീറ്റ് ചെയ്യുക. പാറ്റിൽ വെച്ചിട്ട് 2 സ്പൂൺ നമ്മുടെ ഈ മുട്ടയുടെ മഞ്ഞയുടെ മിക്സ്ചർ ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പതുക്കെ അതൊന്ന് യോജിപ്പിച്ചെടുക്കുക. നമ്മുടെ വിസ്ക് ആയിരിക്കും കേട്ടോ ഈ ഒരു സംഭവത്തിന് ഏറ്റവും നല്ലത്. നമ്മൾ സ്പാറ്റുലയോ സ്പൂണോ വെച്ചിട്ട് ഭയങ്കര വിഗറസ് ആയിട്ട് ഭയങ്കര ചറപറാന്ന് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ മുട്ടയുടെ വെള്ളം പതപ്പിച്ചതൊക്കെ താന്നു പോകും. അപ്പോൾ അതുകൊണ്ട് പതുക്കെ ഇതേപോലെ വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു പ്രാവശ്യം കൂടെ ഞാൻ നമ്മുടെ മുട്ടയുടെ വെള്ളം വെച്ചിട്ട് 2 സ്പൂൺ വിസ്കല്ല സ്പാറ്റുല വെച്ചിട്ട് 2 സ്പൂൺ ഇട്ടിട്ട് ആദ്യം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്.
അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കട്ടയായിട്ട് നമ്മുടെ ഈ മുട്ടയുടെ വെള്ള പതപ്പിച്ചെടുത്തത് അവിടെ ഇവിടെയായിട്ട് കിടക്കുകയും ചെയ്യും. അപ്പോൾ പതുക്കെ ക്ഷമയോടുകൂടി നമ്മൾ മിക്സ് ചെയ്യാണ്ട് വേറെ നിവർത്തിയൊന്നുമില്ല. അപ്പോൾ കുറച്ച് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ മഞ്ഞയും വെള്ളയും മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ മൊത്തം ആ മിക്സ്ചർ നമ്മുടെ മുട്ടയുടെ വെള്ള പതപ്പിച്ചയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതേപോലെ പതുക്കെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ ജാപ്പനീസ് സൂഫ്ലെ പാൻകേക്ക് മെയിനായിട്ട് ഇങ്ങനെ ഫ്ലഫി ആയിട്ട് നിൽക്കാനുള്ള റീസൺ നമ്മുടെ ഈ മുട്ടയുടെ വെള്ള പതപ്പിച്ചതാണ്. അപ്പോൾ അത് ഇതേപോലെ പതുക്കെ ഇളക്കിയെടുക്കേ നിവർത്തിയുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ ആ ഫ്ലഫിനെസ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സൂഫ്ലെ പാൻകേക്ക് അതേപോലെ ഇങ്ങനെ പൊന്തി നിൽക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഒരു സ്പാറ്റുല എടുത്തിട്ട് അടിയിൽ നിന്ന് മുകളിലേക്കൊന്ന് കംപ്ലീറ്റ് ഒന്ന് എന്താ പറയുക വടിച്ചെടുക്കുന്നുണ്ട്. കാരണം ചിലപ്പോൾ നമ്മൾ ഈ വിസ്ക് വെച്ചിട്ട് ഇളക്കുമ്പോൾ അടിയിലിങ്ങനെ എന്താ പറയുക സെറ്റിലായി കിടക്കുന്നുണ്ടാവും. അത് ഒരു വിസ്ക് വെച്ചാലേ അടിയിൽ നിന്നുള്ള സംഭവങ്ങളൊക്കെ ഇതേപോലെ മുകളിലേക്ക് വരുള്ളൂ. അപ്പോൾ നമ്മൾ ആ സ്പാറ്റിൽ വെച്ചിട്ട് ചെയ്യുമ്പോഴും ഇതേപോലെ പതുക്കെ ഇതേപോലെ ജെൻറ്റിലായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് എടുക്കുക. നീളമുള്ള വിസ്ക് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. എൻ്റെ ഒരു നീളം കുറഞ്ഞ വിസ്ക് ആയതുകൊണ്ടാണ് ഈ പ്രശ്നം. അപ്പോൾ ആദ്യം ഞാൻ വിസ്കിലേക്ക് വന്നു. അടിയിൽ നിന്നുള്ള സംഭവങ്ങളൊക്കെ മുകളിലേക്ക് വടിച്ചിട്ടിട്ട് ആദ്യം ഞാൻ വിസ്ക് വെച്ച് തന്നെ മിക്സ് ചെയ്യാം. അങ്ങനെ മിക്സ് ചെയ്ത് നമ്മുടെ സൂഫ്ലെ പാൻകേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നല്ല ക്രീമി ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള ബാറ്റർ ആയിരിക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു തവ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്ത് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. വേണമെങ്കിൽ ബട്ടർ ഉപയോഗിക്കാം, ഓപ്ഷണലാണ് കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒന്നൊരു ബ്രഷ് വെച്ചോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബട്ടർ പേപ്പറിൻ്റെ വട്ടങ്ങളുണ്ടല്ലോ, സർക്കിൾസ്, അത് 2 എണ്ണമാണ് ഞാൻ വെച്ച് കൊടുക്കണേ. എന്നിട്ട് അതിലേക്ക് ആദ്യം ഒരു തവി ഇതേപോലെ നമ്മുടെ ദോശയുടെ മാവ് എടുക്കുന്ന അതേ തവി തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു തവി ഒഴിച്ചു. എന്നിട്ട് ഏകദേശം നമ്മുടെ ആ സർക്കിളിൻ്റെ ഒരു മുക്കാ ഭാഗം നിറച്ചാൽ മതി കേട്ടോ. ഫുള്ള് ഒഴിക്കരുത് ബാറ്റർ. അപ്പോൾ ആ സർക്കിളിൻ്റെ ഒരു മുക്കാ ഭാഗം ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതാ മുക്കാ ഭാഗം ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഇതേപോലെ ഒഴിച്ചു കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു 2 പാൻകേക്കിൻ്റെയും അടിഭാഗം ഇത്തിരി കൂടുതൽ മൊരിഞ്ഞു പോയിട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ മാത്രം വെച്ചാൽ മതി. ഞാൻ ഇടയ്ക്ക് വെച്ചൊന്ന് മീഡിയം ഫ്ലെയിം ആക്കിയതിൻ്റെയാണ് ആ കാണുന്നത്. അപ്പോൾ ഒരിക്കലും മീഡിയം ഹൈ ഒന്നും ആക്കരുത്, ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക കേട്ടോ. എന്നിട്ട് പിന്നെയും വെള്ളം ഒഴിച്ചു കൊടുത്ത് ബാക്കി മറ്റേ ഭാഗം കൂടെ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സൂഫ്ലെ പാൻകേക്ക് റെഡിയായി. ഇത് മേപ്പിൾ സിറപ്പോ അല്ലെങ്കിൽ ഹണിയുടെയോ കൂടെ കഴിക്കാം. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ ജാമോ നമ്മുടെ ന്യൂട്ടല്ലയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. നല്ല ഫ്ലഫി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ജാപ്പനീസ് സൂഫ്ലെ പാൻകേക്ക് റെഡിയാണ്. അപ്പം ഞാനിതൊന്നും മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. എത്രത്തോളം ഇതാകണ്ട ജിഗാന്ന് ഗിളുന്ന് അത്രയും സോഫ്റ്റാണ് നമ്മുടെ ജാപ്പനീസ് സൂഫ്ലെ പാൻകേക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത റെസിപ്പി ആയിട്ട് വരണവരെ ബൈ.